ഓടി വന്ന് ആലിംഗനം ചെയ്യാൻ ശ്രമിച്ച കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പിനെ തട്ടിമാറ്റിയ നിയുക്ത MLA ബിന്ദു കൃഷ്ണയുടെ വീഡിയോ ആണിപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ചേരുന്നതിനിടെ ഇന്ദിരാഭവന് മുന്നിലാണ് ഈ സംഭവം ഉണ്ടായത്. അവിടേക്ക് എത്തുന്ന MLA-മാരെ സ്വീകരിക്കാനും നിൽക്കുകയായിരുന്നു ചെറിയാൻ ഫിലിപ്പ്. ആ യോഗത്തിൽ പങ്കെടുക്കാൻ ബിന്ദു കൃഷ്ണ എത്തിയപ്പോൾ സ്വീകരിക്കുന്നതിനിടെ ആലിംഗനം ചെയ്യാൻ ചെറിയാൻ ഫിലിപ്പ് ശ്രമിക്കുകയായിരുന്നു. ബിന്ദു കൃഷ്ണ ഒരു ഷേക്ക് ഹാൻഡ് നൽകാൻ ശ്രമിച്ചപ്പോൾ ചെറിയാൻ ഫിലിപ്പ് ബലമായി ആലിംഗനം ചെയ്യാനാണ് നോക്കിയത്. അതോടെ ബിന്ദു കൃഷ്ണ ചെറിയാൻ ഫിലിപ്പിനെ തള്ളിമാറ്റി കടന്നുപോവുകയായിരുന്നു. സ്ഥലത്തുണ്ടായിരുന്ന പാലോട് രവി അടക്കമുള്ള മറ്റ് നേതാക്കൾക്ക് കൈ കൊടുത്താണ് ബിന്ദു കൃഷ്ണ കടന്നുപോയത്. ആലിംഗനം ചെയ്യാൻ തയ്യാറെടുത്ത പോലെയായിരുന്നു ചെറിയാൻ ഫിലിപ്പിന്റെ ശരീരഭാഷ. എന്നാൽ അദ്ദേഹത്തിന്റെ കൈ തട്ടിമാറ്റിയ ബിന്ദു കൃഷ്ണ മുന്നോട്ട് നടക്കാൻ ഒരുങ്ങിയെങ്കിലും ചെറിയാൻ ഫിലിപ്പ് വീണ്ടും വട്ടം നിൽക്കുകയായിരുന്നു. തുടർന്ന് കൈകൂപ്പി തൊഴുത് മുന്നോട്ട് നീങ്ങുകയാണ് ബിന്ദു കൃഷ്ണ ചെയ്തത്. സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ചെറിയാൻ ഫിലിപ്പിനെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായ പരിഹാസമാണ് ഉയരുന്നത്. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെ വലിയ രോഷവും ചെറിയാൻ ഫിലിപ്പിനെതിരെ ഉണ്ടാകുന്നു. താല്പര്യം ഇല്ലെന്ന് വ്യക്തമാക്കിയിട്ടും ബലമായി ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചത് ശരിയല്ലെന്നും പൊതുവിടങ്ങളിൽ പാലിക്കേണ്ട മര്യാദ ലംഘിക്കപ്പെട്ടുവെന്നും ആളുകൾ പറയുന്നു. മറ്റ് നേതാക്കളും മാധ്യമ പ്രവർത്തകരും നോക്കി നിൽക്കെയാണ് ഈ സംഭവം ഉണ്ടായത്. ഗേറ്റ് കടന്നു വരുമ്പോഴേ മുതിർന്ന നേതാക്കളോടുള്ള ബഹുമാന സൂചകമായി ബിന്ദു കൃഷ്ണ കൈകൂപ്പി അഭിവാദ്യം ചെയ്യുന്നത് വളരെ വ്യക്തമായി കാണാവുന്നതാണ്. അതിനിടയിലാണ് സ്വകാര്യ അതിരുകൾ ഭേദിച്ചുള്ള ചെറിയാൻ ഫിലിപ്പിന്റെ ഈ പെരുമാറ്റം. ഇത്തരം പെരുമാറ്റങ്ങൾ എതിർക്കപ്പെടേണ്ടതാണെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ചിലപ്പോൾ ബിന്ദു കൃഷ്ണയും ചെറിയാൻ ഫിലിപ്പും ഒക്കെ നല്ല ആത്മബന്ധം പുലർത്തുന്ന ആളുകൾ ആയിരിക്കാം. പക്ഷേ വളരെ പ്രാധാന്യമുള്ളൊരു രാഷ്ട്രീയ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ ഇത്തരം ആത്മബന്ധം പ്രകടിപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് പലരും പറയുന്നത്. എന്നാൽ ഒരു കൂട്ടം ആളുകൾ പറയുന്നത് അധികാരം കയ്യിൽ വന്നപ്പോൾ ബിന്ദു കൃഷ്ണ ചെറിയാൻ ഫിലിപ്പിനെ പരസ്യമായി അവഗണിച്ച് തള്ളിമാറ്റി ആളുകൾക്ക് പരിഹസിക്കാനായി ഇട്ടുകൊടുത്തു എന്നാണ്. ഈ പ്രസ്ഥാനം എന്നും സ്ത്രീകളെ ചേർത്ത് പിടിച്ച പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഗേറ്റ് കടന്ന ഉടനെ തന്നെ ചേർത്ത് പിടിക്കാൻ ആളുകളെ അവിടെ നിർത്തിയതെന്ന പരിഹാസവും ഉയരുന്നുണ്ട്. ഈ പ്രായത്തിലും ചെറിയാൻ ഫിലിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിനൊരു ഭീഷണി ആകുമോ എന്ന കമന്റുകളും വരുന്നുണ്ട്. AICC നേതാക്കളായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം പുരോഗമിച്ചത്. VD സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K സുധാകരൻ, K മുരളീധരൻ, മാത്യു കുഴൽനാടൻ, ചാണ്ടി ഉമ്മൻ എന്നിവർ അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. ഈ MLA-മാരുടെ എല്ലാം അഭിപ്രായം തേടിയ ശേഷം AICC നിരീക്ഷകർ ഇന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. ഹൈക്കമാൻഡ് യോഗം ചേർന്ന ശേഷമായിരിക്കും മുഖ്യമന്ത്രി ആരാകും എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം പ്രഖ്യാപനം ഉണ്ടാകുന്നത്. മിക്കവാറും നാളെ പ്രഖ്യാപനം ഉണ്ടായേക്കും. അതിനിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള KC വേണുഗോപാലിന്റെ കടന്നുവരവ് തടയാൻ VD സതീശൻ, രമേശ് ചെന്നിത്തല പക്ഷങ്ങൾ കൈ കോർക്കുന്നു എന്നൊരു വിവരവും പുറത്തുവന്നു. 45 MLA-മാരുടെ പിന്തുണ ഉറപ്പിച്ച ആത്മവിശ്വാസത്തിലാണ് AICC ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ പക്ഷം. 25 MLA-മാരുടെ പിന്തുണ ഉറപ്പിച്ചെന്ന് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് VD സതീശനും അവകാശപ്പെടുന്നു. പരമാവധി MLA-മാർ തങ്ങളുടെ പക്ഷത്തെത്തിക്കാനുള്ള ശ്രമത്തിലാണ് 3 നേതാക്കളും. മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലെങ്കിൽ തനിക്ക് യാതൊരു പദവിയും വേണ്ടെന്നും VD സതീശൻ അറിയിച്ചിട്ടുണ്ട്. എങ്കിലും മുഖ്യമന്ത്രി പദം സംബന്ധിച്ച് VD സതീശൻ അവസാനം വിട്ടുവീഴ്ച ചെയ്യുമെന്നാണ് രമേശ് ചെന്നിത്തല വിഭാഗത്തിന്റെ പ്രതീക്ഷ.